സാധാരണയായിട്ട് നമ്മളൊരു പരസ്യം ചെയ്യൽ നമ്മൾ ആളുകളെ വർദ്ധിപ്പിക്കുക, നമ്മൾ ബിസിനസ് വർദ്ധിപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ആ നമ്മളൊരു മതത്തിന് വിപരീതമായിട്ടുള്ള, ആചാരത്തിന് വിപരീതമായിട്ടുള്ള ഒരു പരസ്യം ഇട്ടാൽ അവിടെ ആരെങ്കിലും വരുമോ? ഇല്ല. മറിച്ച് അവർ ആ ഒരു സ്ഥാപനത്തെ അത്രയും വിലയിരുത്തും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഹോട്ടലിലേക്ക് എന്താ പറയുക, അവിടുത്തെ പരസ്യം ആളെ കൂട്ടാനുള്ള പരസ്യമായിരിക്കും, ബിസിനസ് കൂട്ടാനുള്ള ഒരു പരസ്യം. അത് കൃഷ്ണൻ്റെ മുന്നിൽ കുഴിമന്തി വെച്ചിട്ട് അത് അത്രയും ആ ഒരു മതത്തിനെ എന്താ പറയുക ആക്ഷേപിക്കുന്ന ഒരു രീതിയിലായിപ്പോയി. സാധാരണ പല രീതിയിലും പരസ്യം കൊടുക്കാം, പക്ഷേ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരസ്യം ആരും കൊടുക്കരുത്. അതിനുള്ള ശിക്ഷ നടപടിയൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അത് എന്തായാലും എന്താ പറയുക, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം എന്നാണ്. അപ്പോൾ ആ തെറ്റ് ചെയ്തവൻ എടുക്കട്ടെ. ആ ഒരു ഹോട്ടൽ ഉടമ പറയുന്നത് വെച്ചാൽ അത് നമ്മളല്ല ഇതുണ്ടാക്കിയത്, അത് ഏതവനായിക്കോട്ടെ, ഇനി ഹോട്ടൽ മുതലാളിയല്ല, തൊഴിലാളിയല്ല, ഏതവനായാലും ആ തെറ്റിനുള്ള ശിക്ഷ അവനക്ക് കിട്ടണം. എന്ന് വെച്ചാൽ ഇനി മേലാൽ അവന് എന്നല്ല, ഇനി ഒരു ഹോട്ടൽ ഉടമക്കാരും ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇജാതി പരസ്യം ഉണ്ടാക്കരുത്. എന്ന് വെച്ചാൽ അത്രയും ഒരു എന്താ പറയുക, ഹിന്ദു മതാചാരത്തെ അത്രയും ആക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി ഈ ഒരു പരസ്യം. മുമ്പത്തെ ജനങ്ങളോടുള്ള പോലെ ഇഷ്ടവും സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ജനങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു മതത്തിൻ്റെ ആ ഒരു വിലയും ഗുണവും അവർക്ക് അറിയില്ല. അപ്പോൾ അവർ ഇപ്പോഴത്തെ കാലം, ഇന്നത്തെ ആ ദിവസം മാത്രം അവർ നോക്കും. കാരണം ഇന്നെങ്ങനെ നമുക്ക് വിജയിക്കാം, ഇന്നെങ്ങനെ നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാം, അത് മാത്രം അവർ നോക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു മോശം നടപടിയാണോ എന്ന് ഇവരാരും ചിന്തിക്കില്ല.